കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അജയ് തറയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസം? ഖദർ വസ്ത്രവും മതേതരത്വവുമാണ് കോൺഗ്രസിന്റെ അസ്തിത്വം. ഖദർ ഒരു വലിയ സന്ദേശമാണ്, ആദർശമാണ്, മുതലാളിത്തത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഖദർ ഇടാതെ നടക്കുന്നതാണ് ന്യൂജൻ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അത് അനുകരിക്കുന്നത് കാപട്യമാണ്. നമ്മൾ എന്തിനാണ് ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുന്നത്? ഈ പോസ്റ്റിന് കോൺഗ്രസ്സുകാർക്കിടയിൽ ചർച്ചയുണ്ടാവേണ്ടത് അജയ് തറയിലിന് അനുകൂലമായാണ്. എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല. കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ഒരുമിച്ച് എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇതിനെ എതിർത്തു. താൻ ഖദറാണ് ധരിക്കുന്നതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരോട് ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് ആവശ്യപ്പെടാൻ നിവൃത്തിയില്ല. അതിനിത് സ്വാതന്ത്ര്യ സമരമല്ലല്ലോ എന്നാണ് സതീശന്റെ ഭാഷ്യം. വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. സ്വാതന്ത്ര്യ സമരവും നടക്കലല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കില്ല, ഒരു നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിലൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഷാഫി പറമ്പിൽ ഖദറിടുന്നവരോട് ബഹുമാനം പുലർത്തുമ്പോഴും ഖദറെ ധരിക്കാവൂ എന്ന് വാശി പിടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. വസ്ത്രവിധാനം കുറച്ചും കൂടെ പേഴ്സണൽ ചോയ്സാണ്. ചിലപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും മാറി ചെറുപ്പക്കാരോ കേസുകാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ പാർട്ടിയിലുള്ള ആൾക്കാരോ ഒക്കെ അതല്ലാത്ത ഓപ്ഷൻസും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പം തള്ളിപ്പറയാനും അല്ലെങ്കിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ല. ഖദർ ഇടുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എത്രത്തോളം ആളുകൾ ഇടുന്നു അത്രത്തോളം ഞാൻ പറഞ്ഞില്ല, അതിനകത്തൊരു മെസ്സേജ് കൂടി ഉണ്ട്. പിന്നെ ഞാൻ അതിനെ കാണുന്നത് വ്യക്തിപരമായി കാണുന്നത് കുറച്ചും കൂടെ പേഴ്സണൽ ചോയ്സ് ആയിട്ടാണ്. അബിൻ വർക്കി പറഞ്ഞത് കാലം മാറിയത് അജയ് ചേട്ടൻ അറിഞ്ഞില്ലെന്നാണ്. എറണാകുളത്ത് മൃഗീയ ഭൂരിപക്ഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്ന, എക്കാലവും താൻ സുരക്ഷിതനാണ് എന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ഹൈബീഡൻ കോട്ടും സൂട്ടുമിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് പ്രതികരണം നടത്തിയത്. ഈ യുവ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മഹാത്മാഗാന്ധിയെ അപമാനിക്കുകയാണ്. കോൺഗ്രസ് എന്ന പാർട്ടി എന്താണെന്ന് തിരിച്ചറിയാതെ അഹങ്കാരവും ധാർഷ്ട്യവും കാണിക്കുകയാണ്. ഖദർ ഒരു ആദർശത്തിൻ്റെ പ്രതിരൂപമാണ്, അല്ലാതെ കേവലം ഒരു വസ്ത്രമല്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഖദർ ധരിച്ചത് കൊണ്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം കിട്ടിയത്. ഇന്ത്യയുടെ ഖദർ സമരത്തെ കണ്ട് ബ്രിട്ടീഷുകാർ പേടിച്ചോടിയതല്ല. ഖദർ ഒരു പ്രതീകമായിരുന്നു. ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവനോപാധിയായ വസ്ത്രനിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിന് പ്രതീകം. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന് ജീവൻ കൊടുക്കുന്ന ആശയ സമരം അതിപ്പോഴും പ്രസക്തമാണ്. ഖദർ എന്ന് പറയുന്നത് ജീവിത രീതിയുടെ പ്രതീകമാണ്. മഹാത്മാഗാന്ധി ഖദർ ധരിക്കുകയല്ല ചെയ്തത്, നേരെ മറിച്ച് വസ്ത്രം തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് മറക്കരുത്. അത് ഖദറിന്റെ മഹാത്മ്യം കൊണ്ടോ മഹാത്മ്യക്കുറവ് കൊണ്ടോ അല്ല. ഈ നാട്ടിലെ പാവങ്ങൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ പണമില്ലാത്തപ്പോൾ താൻ അത് ധരിക്കുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം കൊണ്ടാണ് ഗാന്ധിജി അത് ചെയ്തത്. ഇവിടെ കോട്ടും സൂട്ടും ജീൻസും ബനിയനും ഒക്കെ ഇട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി അല്ല, സമ്പന്നർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നതാണ്. ഏത് വസ്ത്രം ധരിക്കാനും ഏത് വ്യക്തിക്കും അവകാശമുണ്ട്. എന്നാൽ ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ 3 നേരം ഭക്ഷണം കഴിക്കാൻ വിഷമിക്കുമ്പോൾ, വസ്ത്രം മാറിയെടുക്കാൻ ബുദ്ധിമുട്ടിക്കുമ്പോൾ, നിങ്ങൾ ബ്രാൻഡഡ് ജീൻസും ഷർട്ടും കൂളിംഗ് ഗ്ലാസും കോട്ടും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ പാവങ്ങൾക്കല്ല സമ്പന്നർക്കൊപ്പമാണ് എന്നാണ്. അഹങ്കാരമാണ് നിങ്ങളിപ്പോൾ വിളിച്ചു പറയുന്നത്. വർഷങ്ങളായി കഴിയുന്നത്രയും സമയത്ത് ഖദർ ധരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഖദർ ഉടുപ്പും ഖദർ മുണ്ടും അത് മറ്റു വസ്ത്രം വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടല്ല, എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ്. വിദേശയാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഖദറല്ലാത്ത വസ്ത്രം ധരിക്കുന്നത്. അതുപോലും ഈ അടുത്ത കാലത്തായി ഞാൻ ഖദർ ഉടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം മാത്രമാണ് അല്ലാത്തത്. ഖദറിനോടും ഖദർ മുമ്പോട്ട് വയ്ക്കുന്ന ജീവിത ദർശനങ്ങളോടുമുള്ള പിന്തുണയാണത്. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ലെങ്കിൽ, ഇത് സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. സാധാരണ മനുഷ്യർക്കൊപ്പമാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഖദർ ധാരണം എന്ന് മാത്രമല്ല, സ്വദേശി ഉൽപ്പന്നങ്ങൾക്കും സ്വദേശി നിർമ്മാതാക്കൾക്കും ഒപ്പമാണ് തങ്ങളെന്നുകൂടി അത് പ്രഖ്യാപിക്കുന്നു. ഖദറിൻ്റെ രാഷ്ട്രീയം അറിയാതെ ടീഷർട്ടും ജീൻസും ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസുമായി കറങ്ങി നടക്കുന്നവർ ഓർക്കുക, നിങ്ങൾ പാവപ്പെട്ടവരെ അല്ല പ്രതിനിധീകരിക്കുന്നത്, പണക്കാരെയും സ്വാധീനമുള്ളവരെയുമാണ്. അല്ലെങ്കിൽ തന്നെ എന്നു മുതലാണ് കോട്ടും സൂട്ടും ഈ നാടിൻ്റെ വസ്ത്രമായത്? പടിഞ്ഞാറൻ നാളുകളിലെ തണുപ്പിനെ അതിജീവിക്കാൻ സായിപ്പന്മാർ ഉണ്ടാക്കിയ വസ്ത്രമാണത്. അവിടെ ചൂട് കൂടുമ്പോൾ അവരാരും കോട്ടിടാറില്ല. ഇപ്പോൾ യൂറോപ്പിൽ കടുത്ത ചൂടാണ്. ഒരു സായിപ്പും ഇപ്പോൾ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് വെളിയിലിറങ്ങാറില്ല.
അങ്ങനെ ഏതവനെങ്കിലും ഇറങ്ങിയാൽ മറ്റുള്ളവർ പരിഹസിക്കും. അവിടെയാണ് ഈ ചൂട് നാട്ടിലിരുന്നു കൊണ്ട് നമ്മൾ കോട്ടും സൂട്ടും ഇട്ട് വിലസി മഹാനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ഇംഗ്ലീഷുകാരുടെയാണല്ലോ ഈ കോട്ടും സൂട്ടും. എന്നാൽ ഇംഗ്ലീഷുകാരുടെ രാജാവായ ചാൾസ് രാജാവ് ഇടയ്ക്കിടെ ധരിക്കുന്നത് പാവാട പോലത്തെ ഒരു വസ്ത്രമാണ്. അത് സ്കോട്ടിഷ് പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. സ്കോട്ടിഷ് സംസ്കാരത്തെ ഇംഗ്ലീഷ് രാജകുടുംബം വാരിപ്പുണരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം. ഓരോ ദേശത്തിൻ്റെയും ഭാഷയും സംസ്കാരവും ആ ദേശം പുലർത്തണം. നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് ഖാദി. ആ ഖാദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തുതരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാലും പാവങ്ങൾക്കൊപ്പമല്ല എന്ന തുറന്ന പ്രഖ്യാപനമായി അത് മാറും.